Computer Science Lab Examination 2017 and 2018 admission students. ഒരു ലാബ് എക്സാമിനേഷൻ എങ്ങനെ അറേഞ്ച് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് ലാബ് എക്സാമിനേഷൻ എഴുതേണ്ടത്, ഏതെല്ലാം രൂപത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടൊരു കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ ശരിക്കും ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടർ സയൻസിന്റെ കോർ പേപ്പർ ആയിട്ടുള്ള ഒരു ലാബ് എക്സാമിനേഷൻ എങ്ങനെയായിരിക്കണം, ഏതൊക്കെയായിരുന്നു ലാബ് എക്സാമിനേഷന്റെ കണ്ടന്റ് വരുന്നത്, അതിന്റെ ഒരു ബേസിക് ഐഡിയ ആണ് പറയുന്നത്. നോക്കാം. സാധാരണ ലാബ് എക്സാമിനേഷൻ നടക്കുന്നത് 2, 4, 6 ഈവൻ സെമസ്റ്ററുകളാണ്. എക്സാം ഉണ്ടാവും. ഓഡ് സെമസ്റ്ററിന്റെ പേപ്പറും കൂടെ കൂടിയിട്ട് ഈവൻ സെമസ്റ്റർ. അപ്പൊ പാർട്ട് എ, പാർട്ട് ബി എന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ടോട്ടല് 3 hours ആണ് എക്സാമിനേഷന്റെ ടൈം. അതില് പാർട്ട് എ, അതാണ് സെഷൻ എ എന്ന് പറഞ്ഞൊരു കണ്ടന്റ്. പാർട്ട് എ 30 മാർക്സിനുള്ള പോർഷൻസ് അവരെ ഉണ്ടാവും. അപ്പൊ അതിൽ തന്നെ പാർട്ട് എ എന്നുള്ള കണ്ടന്റിൽ ഒന്നെങ്കിൽ അതിന്റെ ഡിസൈൻ വിൻഡോ അല്ലെങ്കിൽ നമ്മൾ യൂസർ ഇന്റർഫേസ് എന്ന് പറയും, അത് വരയ്ക്കണം. അതുപോലെ അൽഗോരിതം, ഫ്ലോ ചാർട്ട്, ഇന്റർഫേസ്. അപ്പൊ ഇതില് ഡിസൈൻ, അൽഗോരിതം, അതുപോലെ ഫ്ലോ ചാർട്ട്, ഇന്റർഫേസ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് വെച്ചാൽ ഓർ എന്നാണ് ഓപ്ഷൻ ആണ്. ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, പേപ്പറിൽ കാണിക്കണം. അതിന് 10 മാർക്സ് ആണ് അലോട്ട് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞാണ് കോഡ്, സോഴ്സ് കോഡ് ആൻഡ് റിസൾട്ട്, ഔട്ട്പുട്ട്. അതിന് 30 മാർക്സ് പാർട്ട് എക്കാണ് ഒരു പേപ്പർ ഉണ്ടാക്കുക. ഇത് 4th സെമസ്റ്ററിന്റെ എക്സാം ആയാലും 2nd സെമസ്റ്ററിനായാലും 6th സെമസ്റ്ററിനായാലും ഏത് ലാബ് എക്സാമിനും ഫോളോ ചെയ്യേണ്ട ഒരു രൂപമാണ് പാർട്ട് എ. സെയിം കൺസെപ്റ്റ് ആണ് പാർട്ട് ബിയിൽ വരുന്നത്. പാർട്ട് ബിയിലും 30 മാർക്സിന്റെ ആണ്. ആ മാർക്സ് ഡിവിഷൻ ഇത് പറഞ്ഞ പോലെ ഡിസൈൻ, അൽഗോരിതം, ഫ്ലോ ചാർട്ട്, ഇന്റർഫേസ് ഏതെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യണം. അതുപോലെ കോഡ്, ദെൻ ഔട്ട്പുട്ട് 30 മാർക്സ്. ദെൻ സെഷൻ സി എന്ന് പറഞ്ഞത് ഒരു ഓപ്ഷൻ വൈവ, ലാബ് വൈവ 10 മാർക്സ് ആണ് വൈവയ്ക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സെക്ഷൻ ഡി എന്ന് പറഞ്ഞ ലാബിന്റെ റെക്കോർഡ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ. 30 വരുമ്പോൾ 68, 60 + 10 70 ആൻഡ് 10 ആകുമ്പോൾ 80 മാർക്സിനാണ് ടോട്ടലായിട്ട് എക്സാമിനേഷൻ നടക്കുക. 20 മാർക്സ് നിങ്ങൾ ഇന്റേണൽ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് ഒരു ലാബ് എക്സാമിനേഷൻ നടക്കുന്നത്. ഈ ഒരു 2017 and 18 അഡ്മിഷൻ സ്റ്റുഡൻസിന് ഇങ്ങനെയാണ് ലാബ് എക്സാമിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വരുന്നത് നോക്കാം. നമ്മൾ 4th സെമസ്റ്ററിന്റെ ലാബ് എക്സാമിന് വരുന്ന പേപ്പറാണ് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് RDBMS. പാർട്ട് എ എന്നുള്ളത് ഡാറ്റ സ്ട്രക്ചർ ആയിരിക്കും, പാർട്ട് ബി എന്നുള്ളത് RDBMS. സോ ഡാറ്റ സ്ട്രക്ചറിന്റെ പോർഷനിൽ വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് അൽഗോരിതം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും റെക്കോർഡ് ഉണ്ടായിരിക്കുക. അൽഗോരിതം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ഏതെങ്കിലും ഒന്ന് വരച്ച് വെക്കാം. ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ കഴിയുന്ന അത് വരയ്ക്കുക, അല്ലെങ്കിൽ അൽഗോരിതം എഴുതാം. അതിന് 10 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ദെൻ പ്രോഗ്രാം സോഴ്സ് കോഡ് ആണ്. 10 മാർക്സ് മാക്സിമം കിട്ടും നമുക്ക് സോഴ്സ് കോഡ് എഴുതി കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുക. ദെൻ പ്രോഗ്രാം ഔട്ട്പുട്ട്, പ്രോഗ്രാം ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഔട്ട്പുട്ട് കാണിക്കുക. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ 30 മാർക്സ് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ടോട്ടൽ 30 മാർക്സ്. ഇതേ കൺസെപ്റ്റ് ആണ് പാർട്ട് ബിക്കും വരുന്നത്. RDBMS ഫ്ലോ ചാർട്ട് അൽഗോരിതം പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ടേബിൾ സ്ട്രക്ചറാണ്. ഡാറ്റാബേസ് കമ്മ്യൂണിക്കേഷൻ ക്വറീസ് ടൈപ്പ് ചെയ്യാം. അപ്പൊ ആ ക്വറീസ് ടൈപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ടേബിൾ സ്ട്രക്ചർ വരയ്ക്കുക. എങ്ങനെയായിരിക്കും ടേബിളിന്റെ സ്കീം എന്ന് പറയാറില്ലേ, നമ്മൾ കോഡ് ടൈപ്പ് ചെയ്യുമ്പോൾ /d എന്നതിന് ശേഷം അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. അത് PGSQL. നമ്മളിപ്പോ ചെയ്യുന്നത് പ്രോഗ്രാം ലാംഗ്വേജ് PGSQL ആയിരിക്കും അല്ലെ, PostgreSQL യൂസ് ചെയ്യാം. സിലബസ് PostgreSQL പറഞ്ഞത്. ഒറാക്കിളും അതുപോലെ SQL ഒക്കെ എഴുതാനാണെങ്കിൽ അവിടെ DESC, ഡിസ്ക്രിപ്ഷൻ ഓഫ് ടേബിൾ, അങ്ങനെ DESC ടേബിൾ നെയിം കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ PostgreSQL ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, /d ടേബിൾ നെയിം. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻ കിട്ടും, സ്കീം. ആ ഒരു സ്കീമാണ് ഇവിടെ എഴുതേണ്ടത്. അതിനാണ് 10 മാർക്സ്. ഇതിന് അൽഗോരിതം നമ്മൾ ഫ്ലോ ചാർട്ട് വരയ്ക്കാറില്ല. RDBMS ആകുമ്പോൾ ടേബിൾ സ്ട്രക്ചർ വരയ്ക്കാം. ദെൻ PGSQL സ്റ്റേറ്റ്മെന്റ്, ക്വറീസ് ടൈപ്പ് ചെയ്യാം. എന്താണ് ക്വറി വേണ്ട, ആ ക്വറി നമ്മൾ പേപ്പറിൽ എഴുതാം. ഓക്കെ, അതിനുശേഷം ആ പ്രോഗ്രാം ചെയ്തതിനു ശേഷം അതിന്റെ ഔട്ട്പുട്ട് കാണിക്കാം. അപ്പോൾ ഇതിന് ടോട്ടൽ 30 മാർക്സ്. ഓക്കെ, അപ്പോൾ 30 നമുക്ക് 60 മാർക്ക് അവൈലബിൾ ആയി. ക്ലിയർ അല്ലേ? വൈവ 10 മാർക്സ് ആണ്. ഈ വൈവ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് സാധാരണ അതുകൊണ്ട് നമുക്ക് കിട്ടിയ പ്രോഗ്രാം ഏതാണോ ആ പ്രോഗ്രാമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അത് കൂടാതെ ലാബുമായി ബന്ധപ്പെട്ടതൊക്കെ ചോദിക്കാം. പക്ഷെ സാധാരണ ചോദിക്കാറില്ല. നമുക്ക് നമ്മുടെ കിട്ടിയതാണ്, ഏത് പ്രോഗ്രാമാണ് കിട്ടിയത് ആ പ്രോഗ്രാം നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അല്ല, 10 മാർക്സിനുള്ള മിനിമം 5 ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻ 2 മാർക്സ് വീതം. അങ്ങനെ ആ ഒരു നമുക്ക് കിട്ടിയ പ്രോഗ്രാം ഏതാണോ ആ ചെയ്യാൻ തന്നുള്ള പ്രോഗ്രാം, ആ പ്രോഗ്രാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഓക്കെ, ദെൻ റെക്കോർഡിന് പിന്നെ 10 മാർക്സ് കൊണ്ട് റെക്കോർഡിലെ പ്രോഗ്രാംസ്, മിനിമം പ്രോഗ്രാംസ് എത്ര എണ്ണം വെക്കാനുള്ള ഒരു കൺസെപ്റ്റ് പറയാറുണ്ട്. അപ്പൊ ആ സ്പെസിഫൈഡ് നമ്പർ ഓഫ് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡിന് മാർക്ക് അച്ചീവ് ചെയ്യുന്നതാണ്. ഒരുവിധം നല്ല രൂപത്തിൽ ഹാൻഡ് റൈറ്റിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാത്ത രൂപത്തിൽ, ഇപ്പൊ ഇന്ത്യയിലെ എക്സാമിനർ അതിലെന്തെങ്കിലും റൈറ്റിംഗ് കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, മിസ്റ്റേക്ക് ഒക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും ഇല്ല എങ്കിൽ എക്സാമിന് 10 മാർക്സ് സ്കോർ ചെയ്യേണ്ടതാണ്.
പക്ഷെ നോർമലായിട്ട് നമുക്ക് 7 മാർക്സോളം കിട്ടേണ്ടതാണ് നോർമലി. പ്രോഗ്രാംസും കണ്ടന്റിലൊക്കെ നോക്കണം. ഒരു വെരിഫിക്കേഷൻ ഒക്കെ കറക്റ്റ് ആണെങ്കിൽ അതിൽ മാർക്ക് 10 മാർക്സിന് കിട്ടാം. അപ്പൊ അങ്ങനെ 30, 30, 60, 70 and 80. അപ്പൊ 80 മാർക്സ് നമുക്ക് ടോട്ടൽ ഇതിന് അവൈലബിൾ ആണ്. ടോട്ടൽ ടൈം 3 hours എന്ന് പറഞ്ഞു, 3 മണിക്കൂറാണ് എക്സാമിനേഷൻ ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് ചെയ്യുന്ന ഒരു 6 ക്വസ്റ്റ്യൻസോളം ഉണ്ടാവും. അറൌണ്ട് 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പാർട്ട് എയിൽ. പാർട്ട് ബിയിലും ഉണ്ടായിരിക്കും ഒരു 6 ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പാർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, പാർട്ട് ബിന്നും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുന്ന ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ക്വസ്റ്റ്യൻ മാറ്റാൻ ഒരിക്കലും അലോ ചെയ്യുന്നതല്ല. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ മാർക്ക് ചെയ്ത് കിട്ടിയ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. സാധാരണ യൂണിവേഴ്സിറ്റിന്റെ തിയറി എക്സാമിനേഷൻ അങ്ങനല്ലേ, അവിടെ തന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ അതിലെല്ലാം 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്ഡ് ആയിരിക്കും. ആ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ കേസാണ് പറഞ്ഞത്. ആ ഒരു ഡാറ്റ സെക്ഷൻ ആ ഭാഗത്തിൽ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിന്റെ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ അൽഗോരിതം, സോഴ്സ് കോഡ്, ഔട്ട്പുട്ട് എഴുതി വെക്കുക. അതേപോലെ പാർട്ട് ബിയിലും DBMS ആണ്, RDBMS. അതിന്റെ ആ ഒരു മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ഏതാണോ അതിന്റെ ടേബിൾ സ്ട്രക്ചർ, അതിന്റെ സ്റ്റേറ്റ്മെന്റ് കാണിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ഏതാണോ അത് മാത്രം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ദെൻ വേറെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ടൈമിംഗ് ആണ്. വി മസ്റ്റ് ഷെഡ്യൂൾ ദ ടൈം. ടൈം 3 hours ആണ്. എപ്പോഴും കുട്ടികൾക്ക് ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല എന്ന് പറയാറുണ്ട്. കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഗ്രാം അത് ആദ്യം എഴുതി കാണിക്കണം. ഇപ്പൊ നമ്മൾ അൽഗോരിതം, അതുപോലെ അതിനുള്ള കണ്ടന്റുകൾ ഇവിടെ കണ്ടത് ഫ്ലോ ചാർട്ട്, അൽഗോരിതം, ദെൻ പ്രോഗ്രാം സോഴ്സ് കോഡ്, അതുപോലെ ഇവിടെ ടേബിൾ സ്ട്രക്ചർ, ദെൻ PGSQL സ്റ്റേറ്റ്മെന്റ്. ഈ കാര്യങ്ങൾ നമ്മൾ എക്സ്റ്റേണൽ എക്സാമിനർക്ക് ഇത് കാണിക്കണം. നമ്മൾ എഴുതി കാണിച്ചു കൊടുക്കണം പേപ്പറിൽ. എന്നിട്ട് സിസ്റ്റം ഓൺ ചെയ്യാൻ സമയം തരുള്ളൂ. അപ്പൊ ചെയ്യാനുള്ള ടൈമിന് മുമ്പ് ഈ ഫ്ലോ ചാർട്ട്, അൽഗോരിതം, ടേബിളിന്റെ സ്ട്രക്ചർ, സോഴ്സ് കോഡ് ഇത് എഴുതി കാണിക്കുക. പാർട്ട് എയും പാർട്ട് ബിയും രണ്ടും കാണിച്ച ശേഷം മാത്രം സിസ്റ്റം ഓൺ ചെയ്യാൻ സമയം തരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ടൈം മാനേജ്മെന്റ് ചെയ്യുന്നത്. മാക്സിമം ഹവേഴ്സ് 3 ആണല്ലോ, 3 hours ഉള്ളത്. അപ്പൊ അതിൽ 1.5 hours ഈച്ച് ടൈം. ഓരോ എക്സാമിനേഷൻ നമ്മൾ അങ്ങനെ എടുക്കുക. ഒരു പാർട്ട് എക്ക് 1.5, അതുപോലെ പാർട്ട് ബിക്ക് 1.5 മണിക്കൂർ നമുക്ക് സമയം കണ്ടെത്തുക. ഓക്കെ, അപ്പൊ 20 minutes കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റിംഗ് പ്രോഗ്രാം, ഫ്ലോ ചാർട്ട്, അൽഗോരിതം, അതുപോലെ ടേബിൾ സ്ട്രക്ചർ, ക്വറീസ്, പാർട്ട് എന്നും പാർട്ട് ബിന്നും ഫസ്റ്റ് 2 മാർക്സിന്റെ കണ്ടന്റ്, അതായത് 10 മാർക്സ് 10 മാർക്സിന്റെ കണ്ടന്റ് ആണ് അൽഗോരിതം, ഫ്ലോ ചാർട്ടും, സോഴ്സ് കോഡും. അതുപോലെ ടേബിൾ സ്ട്രക്ചറും, അത് ടേബിൾ സ്ട്രക്ചറിന്റെ കൂടെ വരുന്നതാണ് SQL ക്വറീസ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ എഴുതാൻ 20 മിനിറ്റ് ഓരോന്നും എടുക്കുക. 20, 20, 40 മിനിറ്റ്. പാർട്ട് എക്ക് 20 മിനിറ്റ്സും പാർട്ട് ബിക്ക് 20 മിനിറ്റ്സും, അങ്ങനെ 40 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യണം. ഇതാണ് ബെസ്റ്റ് ടൈം. ഓക്കെ, മിനിമം 2 കൂടെ എഴുതുന്ന ടൈം ആ സോഴ്സ് കോഡ് എഴുതാനും. കാരണം ചില പ്രോഗ്രാംസ് ഒക്കെ വലിയ പ്രോഗ്രാംസ് ആയിരിക്കും, അതുകൊണ്ട് 20 മിനിറ്റ്സ് കൊടുത്ത് ക്വറീസ് ഒക്കെ എഴുതുമ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ആ ക്വറീസ് കംപ്ലീറ്റ് ചെയ്യും. ടേബിൾ സ്ട്രക്ചർ നമുക്ക് എഴുതാൻ പറ്റും ചില പ്രോഗ്രാംസിലൊക്കെ. പക്ഷെ അൽഗോരിതം, ഫ്ലോ ചാർട്ട് വരുന്ന വലിയ ഡാറ്റ സ്ട്രക്ചറിന്റെ പ്രോഗ്രാം ചെയ്യുമ്പോൾ, സോർട്ടിങ് ചെയ്യുമ്പോൾ കുറെ ടൈം പിടിക്കും. പക്ഷെ എങ്കിലും 20 മിനിറ്റ്സ് നമുക്ക് അവറേജ് പറയാം. 40 മിനിറ്റ്സ് കൊണ്ട് 2 പാർട്ട് എയും പാർട്ട് ബിയും കംപ്ലീറ്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും, എഴുതി കാണിക്കണം. പക്ഷെ നമ്മൾ എഴുതുന്ന കണ്ടന്റുകൾ അത് സോഴ്സ് മെയിൻ കാര്യങ്ങൾ അതിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ ആ പ്രോഗ്രാംസ് നമുക്ക് കറക്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സിസ്റ്റം കിട്ടും. ടാബ് സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ബാക്കി 2.5 മണിക്കൂറോളം ഏകദേശം സമയം കിട്ടും. ഓക്കെ, 2:20 ടൈം. അപ്പൊ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ ടൈം കൂടുതൽ കിട്ടും. സാധാരണ ലാബ് എക്സാമിന് കുട്ടികളൊക്കെ ഈ രൂപത്തിലാണ് ചെയ്യാറ്. വളരെ കുറെ ടൈം വേസ്റ്റ് ആക്കും എഴുതി കൊടുക്കാൻ. 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുത്തിട്ട് പ്രോഗ്രാം എഴുതിണ്ടാവും. ആ പ്രോഗ്രാം അങ്ങനെ എഴുതി ഇത്ര ടൈം പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. അപ്പൊ ചെയ്തതിനു ശേഷം എന്തെങ്കിലും എറേഴ്സും കാര്യങ്ങളൊക്കെ ആ പ്രോഗ്രാം എഴുതിയതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്തി എഴുതാൻ പറ്റും പിന്നെ. ഓക്കെ, അപ്പൊ അതിലൊരു അവസരം കൂടി കിട്ടും. പക്ഷെ ഇത് ആദ്യം തന്നെ ഇത് എഴുതാൻ കുറെ സമയം പിടിച്ചു കഴിഞ്ഞാൽ അത് ചെയ്ത് നോക്കുന്ന ടൈം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പ്രോഗ്രാം ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, പിന്നെ റെക്കോർഡിന്റെ വർക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റെക്കോർഡ് ഫുൾഫിൽഡ് ആയിരിക്കണം. അതില് സൈനും സീലും ഒക്കെ കറക്റ്റ് ആയിരിക്കണം. റെക്കോർഡും ഹാൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ലാബിലേക്ക് കയറാൻ കഴിയുള്ളൂ. അപ്പൊ റെക്കോർഡ് നിങ്ങൾ ബൈൻഡ് ചെയ്ത് കറക്റ്റ് ആക്കി കൊണ്ടുവരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.